സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. CSK ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു സീസണല്ല ഈ കടന്നു പോകുന്നത്. പ്ലേ ഓഫ് സാധ്യതകളിൽ നിന്ന് 99.9% CSK പുറത്തായ മട്ടാണ്. ബാക്കിയുള്ള 1% ചിന്തിക്കാതിരിക്കുകയാണ് ഭേദം. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ CSK ആരാധകർക്ക് പ്രഷർ കൂടി, ടെൻഷൻ കൂടി, വല്ല ഹാർട്ട് അറ്റാക്ക് വരും. വെറുതെ എന്തിനാണ് അത്രത്തോളം വള്ളി പിടിക്കുന്നത്? അതുകൊണ്ട് തന്നെ CSK പുറത്തായി എന്ന് തന്നെ വിശ്വസിക്കാം. IPL കഴിഞ്ഞ ചെന്നൈക്ക് സാധ്യതയുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, SRHനെതിരെ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ആ മത്സരത്തിൽ ജയിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു 50% എങ്കിലും സാധ്യത പറയാമായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ തോറ്റതോടെ, രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം LSG ആയിട്ട് ജയിച്ചതോടെ സാധ്യതകൾ പരിപൂർണമായി മങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം സഞ്ജു സാംസണിനെയും ക്ലാസനെയും സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ IPL മത്സരം, അതായത് ചെന്നൈയിൽ വെച്ച് നടന്ന, ചെപ്പോക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഹെൻറിച്ച് ക്ലാസനും നമ്മുടെ സഞ്ജു സാംസണും തമ്മിൽ അടിയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു പോര് നമ്മൾ കണ്ടു. ഇതുവരെ കാണാത്തൊരു സഞ്ജു സാംസണെയും നമ്മൾ കണ്ടു. സഞ്ജു സാംസൺ സത്യത്തിൽ അങ്ങനെ ഒരു പരിവേഷത്തിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സഞ്ജു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു വള്ളിയും പിടിക്കാത്ത ഒരാൾ. എന്ത് പ്രശ്നം വന്നാലും സൈലൻ്റ് ആയിട്ട്, ഒരു മുഖഭാവവും ഇല്ലാതെ, ഒരു ക്യാപ്റ്റൻ കൂൾ എന്നൊക്കെ പറയുന്നത് പോലെ രാജസ്ഥാനിലുള്ളപ്പോഴും എപ്പോഴും അതെ, ഒരു തരത്തിലുള്ള അഗ്രഷനും സഞ്ജു കാണിച്ചിട്ടില്ല. എന്തെങ്കിലും സെഞ്ചുറി അടിക്കുമ്പോഴോ 50 അടിക്കുമ്പോഴോ എന്തെങ്കിലും സെലിബ്രേഷൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കളിക്കളത്തിൽ ബാക്കിയുള്ള പ്ലെയേഴ്സുമായിട്ടൊരു പ്രശ്നത്തിനും സഞ്ജു നിൽക്കാറില്ല. പക്ഷേ അതിൽ നിന്നും വിപരീതമായി സഞ്ജുവിൻ്റെ ഒരു പുതിയ ഭാവരൂപ തലങ്ങൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മത്സരത്തിൽ സഞ്ജുവിൻ്റെ മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങിലൂടെയാണ് ക്ലാസൻ പുറത്താവുന്നത്. ഒരിക്കലും അദ്ദേഹം പോലും അത് പ്രതീക്ഷിച്ച് കാണില്ല. കാരണം ബോളർക്ക് പോലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജു ധോണിയെ ഓർമ്മിപ്പിക്കുന്ന വിധം, ധോണിയേക്കാൾ വേഗത്തിൽ എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. വെറും 4 സെക്കൻഡാണ് ആ ഒരു സ്റ്റംപിങ്ങിനെടുത്തത്. ധോണി ഇതിനു മുമ്പ് ഒരു 10 സെക്കൻഡാണ് എടുത്തിരുന്നത് എന്നും പറയുന്നു. ആ റെക്കോർഡ് സഞ്ജു ഭേദിച്ചു എന്നും പറയുന്നു. പക്ഷേ ധോണിക്ക് 2 സെക്കൻഡുള്ള മറ്റൊരു റെക്കോർഡുണ്ടെന്ന് ഇപ്പോൾ പുതിയ ചർച്ചകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ആ ഒരു സ്റ്റംപിങ്ങിലൂടെ ക്ലാസിനെ പുറത്താക്കിയപ്പോൾ സഞ്ജു